അപ്പം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പം കാണിക്കുന്നത്. ഇപ്പം ഫാനും എല്ലാം നല്ലതുപോലെ ക്ലീനാക്കി തരും. ഇപ്പം ഫാൻ ഉണ്ട്, ഇപ്പം അതിൻ്റെ ലീഫൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല നീറ്റാക്കണം. അതെല്ലാം ചെയ്തു തരും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. രാജേഷ് ചേട്ടൻ ഉറപ്പ് വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട് ഫുള്ള് അടിപൊളിയാക്കി തരാമെന്നാണ്. A to Z സംഭവങ്ങൾ ഇവർ ക്ലീൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ രാജേഷ് ചേട്ടനും ടീമും റെഡിയാണ്, ഫുള്ള് സജ്ജമാണ്. ഇവിടെ ഒരു ഏക്കറി സാധനങ്ങളുണ്ട്, അവരുടെ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ റെഡിയല്ലേ? റെഡി. അപ്പോൾ എങ്ങനെയാട്ടോ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് ഉള്ളത്, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമുക്ക് സർവീസ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ A to Z ആണ്. റൂഫ് ടോപ്പ്, വാൾസ്, ടൈൽസ്, അങ്ങനെ കർട്ടൻസ്, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ സോഫ, പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പം ഇൻ്റർലോക്കുകൾ, വാട്ടർ ടാങ്കുകൾ, അങ്ങനെ A to Z നമ്മൾ ക്ലീൻ ചെയ്യും. എല്ലാം ക്ലീൻ ചെയ്യും. ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇതാണ്. ഇപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നത്. അയ്യോ, ഇതെല്ലാം കൂടെ എടുത്ത് വൃത്തിയാക്കണമല്ലോ, എല്ലാം മാറ്റി മറിച്ച് ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സർവീസ് വരുമ്പോൾ നമുക്കും ഭയങ്കര എളുപ്പമാണ്. ഒന്ന് രാജേഷേട്ടനെ വിളിച്ചാൽ മതി, ഇവർ റെഡി ആയിട്ട് അത്ര ടീമായിട്ടേക്ക് പോലെ. എല്ലാവരും ഈ വലിയ വലിയ വീടുകൾ ചെയ്തു വെക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, എല്ലാവരും ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ആദ്യം വീടങ്ങ് ചെയ്ത് വെക്കും. വീട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവിടെ വളരെയധികം ബുദ്ധിമുട്ട്, എല്ലാവരും ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഓരോ ഒക്കേഷനൊക്കെ വരുമ്പോൾ അതെ, വിവാഹങ്ങൾ, അതുപോലെ തന്നെ മരണം കഴിഞ്ഞ വീടുകൾ, പിന്നെ അതുപോലെ തന്നെ ഹൗസ് വാമിങ്, അങ്ങനെ ഉള്ള എല്ലാ വീടൊക്കെ കഴിഞ്ഞിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്, മിക്കവാറും ഉള്ളവർ പുറത്തായിരിക്കും. അപ്പം നമ്മൾ ആ അവസരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് അത് നമ്മുടെ. ഓക്കെ. അപ്പോൾ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടറിയാം അവർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് വർക്കുകൾ. ഓരോ സംഭവം സെപ്പറേറ്റ് രീതിയിലാണ് പല മെഷീനറീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയായ സംഭവം എന്നൊക്കെ. അപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഏതൊക്കെ രീതിയിലാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാ ആ സംഭവം എന്നൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം കിച്ചണിലെ പണി തീരുന്നതിന് മുമ്പേ നമ്മുടെ ടീം എത്തിക്കഴിഞ്ഞായിരുന്നു. അപ്പം എന്തായാലും അവർ ക്ലീൻ ചെയ്യാൻ വരുവാണല്ലോ, അപ്പം പിന്നെ അങ്ങനെ അങ്ങ് വിട്ടു. അപ്പോൾ എല്ലാം അത്യാവശ്യമൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് വാരിയൊക്കെ കിടക്കുക. അപ്പം ഇതിൻ്റെയും പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ചേർത്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മേളിൽ നിന്നാണ് തുടങ്ങുന്നത്, ബാത്റൂം തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പം കട്ടിലൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് അതിൻ്റെ കീഴെല്ലാം അടിച്ചു വാരി തൂത്തു, ജനലുകൾ എല്ലാം നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിനെ പറ്റിയും വെറി ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി ഇവർ തന്നെ എല്ലാ സാധനങ്ങളും മാറ്റി നല്ല ഡീപ്പായിട്ടാണ് ഓരോ ഏരിയയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ സംഭവം? ഇതാണ് ടൈൽ സ്ക്രബ്ബർ എന്ന് പറയും. ഓക്കെ. ടൈൽ സ്ക്രബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കൈ കൊണ്ടും അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പം നമുക്കിതിൻ്റെ അഴുക്കുകൾ അത്ര കൂടുതൽ പോവില്ല. അതേസമയത്ത് ഈ ടൈൽ സ്ക്രബ്ബർ എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. പാട് വീഴുക അങ്ങനത്തെ അങ്ങനെ പാട് വീഴുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ഇനി എപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ തന്നെയും ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കലുകളോ മറ്റുകളോ ഒരു പ്രശ്നവും ഇതിനകത്ത് ഉണ്ടാകില്ല. അത്ര സ്മൂത്തായിട്ടാണ് ഇത് കാര്യം ചെയ്യുന്നത്. എന്നാൽ എല്ലാ അഴുക്കും ഈ നമ്മുടെ കോർണറുകളിലെല്ലാം തന്നെ ഇത് ക്ലീൻ ചെയ്ത് നല്ല
പെർഫെക്റ്റ് ആക്കി മാറ്റും. അതാണ് ഈ ടൈൽസ് സ്ക്രബ്ബർ എന്ന് പറയുന്ന ഈ മിഷൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണല്ലോ സാധനങ്ങളെല്ലാം മാറ്റിയത്. ഇപ്പം നമ്മളൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ ഇരിക്കുന്ന സാധനം അവിടെ നിന്നിട്ട് ബാക്കി സൈഡിൽ നിന്ന് തൂത്തൊക്കെ പോകും. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ അല്ലാതെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ അടിയിലൊന്നും നമുക്ക് തുറയ്ക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ഫർണിച്ചറുകളെല്ലാം നമ്മൾ റൂമിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഫുള്ള് ഉടച്ച് വൃത്തിയാക്കി ആദ്യം ഇതിൻ്റെ പൊടി അടിക്കും. അതിന് ശേഷമാണ് സ്ക്രബ്ബർ ചെയ്യുന്നത്. സ്ക്രബ്ബർ ചെയ്തതിന് ശേഷം നമ്മൾ വാക്വം ചെയ്യും. വാക്വം ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ക്ലീനിങ് ഉണ്ട്. അതോടെയാണ് ഇതിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നത്. ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല പരിപാടിയുണ്ട്. ഓക്കെ, ഇവർ 4-5 പേര് എല്ലാവരും കൂടെ കടുത്ത പണിയിലാണ്. അപ്പോൾ കണ്ടറിയാറോ. ഇതിനകത്ത് എന്തുവാ, വാഷിംഗ് പൗഡറാണോ എന്താണ്, കെമിക്കൽസ് ആണോ? ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലൈസോളാണ്. ലൈസോളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ലൈസോള് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇനി അഥവാ ഇനി കെമിക്കലി ചിലർക്ക് ഇഷ്ടം ഈ പ്രശ്നമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഈ ലൈസോൾ തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിട്ടുണ്ട് യൂസ് ചെയ്യും. മറ്റു പ്രശ്നങ്ങളില്ല. എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ വാക്യൂം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജേഷ് ചേട്ടൻ്റെ കൂടെ ഇപ്പം 4 പേരാണ് വന്നിരിക്കുന്നത്. എത്ര പേരുടെ ടീമാണ് നിങ്ങളുടെ? ഞങ്ങൾ 7 പേരുണ്ട്. ഓക്കെ, ഒരാൾ ഇപ്പം വന്നിട്ടില്ല, അയാൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം വേറൊരാൾ ഇന്ന് അസൗകര്യമുണ്ട്. അപ്പം അങ്ങനെ 7 പേരാണ് ഞങ്ങളുടെ ടീമുകൾ. എൻ്റെ സ്ഥലം മുളവനെയാണ്, കുണ്ട്ര പവിത്ര ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ്. ഓക്കെ, ഈ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരം, ആലപ്പുഴ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. പേര്? അഖിൽ, സിദ്ധാർത്ഥൻ, വിനീത്, അഭിജിത്ത്. അപ്പോൾ നിങ്ങൾ എത്ര നാളായി ഇപ്പോൾ തുടങ്ങിയിട്ട്? ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വന്നിട്ട് ഒരു പുതിയൊരു പരിപാടി തുടങ്ങാം എന്നുള്ള രീതിയിൽ. ഗൾഫിലൊക്കെ ഇതുപോലത്തെ കുറേ സർവീസസ് ഒരുപാട് സർവീസ്. അപ്പോൾ അവിടുന്ന് ഐഡിയ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ല എന്ത് ബിസിനസ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചതിന് ശേഷം അവസാനമായിട്ട് പിന്നെ ഒരുപാട് ക്ലാസ്സിന് പോയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഒരെണ്ണം എടുക്കാമെന്ന് ഈ ഒരു ബിസിനസ്. നല്ലൊരു കാര്യമാണ്. നമുക്ക് മിക്കപ്പോഴും ഇങ്ങനെ ചെയ്യാൻ, നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലോ അല്ലെങ്കിൽ ഫാമിലിയുടെ നിന്നാൽ പറ്റത്തില്ല. ഇതുപോലൊരു എഫക്റ്റീവ് ടീം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. നമ്മുടെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയറും പൊടി പിടിച്ചൊക്കെ കിടക്കുകയാണ്. ബാക്കിയുള്ള ഭാഗമൊക്കെ മുകൾ വശമൊക്കെ നമ്മൾ ഡെയിലി തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ സ്റ്റെപ്പ് എപ്പോഴും നമ്മളങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ കിളിയും മുയലും കോഴിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പൊടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്റ്റെയർ ഫുള്ള് പ്രഷർ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുള്ള് സംഭവങ്ങൾ എടുത്ത് മാറ്റി ഇവിടെ വെച്ചേക്കാണ്. എന്നിട്ട് ഓരോ മുറിയും നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുവാന്നോ? ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. ഓരോ മുറിയും എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഇവരോരോരുത്തർ പണി ചെയ്യുകയാണ്. എല്ലാം പല സ്റ്റേജിലാണ്.
ഈ മുറി ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി മോപ്പിംഗ് ബാക്കിയുണ്ട്. കിച്ചണിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നും തുടയ്ക്കുന്ന റൂമിൽ ഇത്ര അഴുക്കുണ്ട്. അകത്തുനിന്നെല്ലാം ഒരു വിധമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് സിറ്റൗട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ മുറിയിലും ചെയ്യുമ്പോൾ ആ മുറിയുള്ള സാധനം പുറത്തോട്ട് ഇറക്കും. നമ്മുടെ സെറ്റിയെല്ലാം മുറ്റത്തായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്, നമ്മളിപ്പോഴാണ് തീരുന്നത്. വീട് ഫുള്ള് ഒരു ശുദ്ധീകരണം നടത്തി. വെള്ളത്തിൻ്റെ ഷോർട്ടേജ് മാത്രം നമുക്ക് മുറ്റത്തെ പണി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സമയമുള്ള നമുക്ക് വന്നിട്ട് ചെയ്യാം. ഇവരുടെ ക്ലീനിങ് ഞങ്ങളൊന്നും വിചാരിച്ച പോലെയല്ല. എല്ലാ മുക്കും മൂലയും എല്ലാം നല്ല നീറ്റായിട്ട് 1, 2, 3, 4 പേര് ഓരോ ഇതിലാണ് അത് ക്ലീൻ ചെയ്ത് പോകുന്നത്. നമ്മൾ കുറേ ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവരെല്ലാം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പോൾ ചേട്ടാ, ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ബ്രീഫ് എന്ന് പറയാം. എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ്? പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു വിവാഹം വീട്, അതുപോലെ തന്നെ ഒരു മരണ വീട്, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്, അല്ലെങ്കിൽ അതുപോലെ പിന്നെ ഓഫീസുകൾ, ഈ ബാങ്കുകൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സർവീസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ക്ലീനിങ് ഉണ്ട് നമുക്ക്. 2 ടൈപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. ഇപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പം നമ്മൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ A to Z നമ്മൾ അതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മളത് ക്ലീൻ ചെയ്യാറ്. അതാണ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. മറ്റൊരു 2 പറഞ്ഞാൽ ജനറൽ ക്ലീനിങ് ആണ്. അതിന് നമ്മൾ തറയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അല്ലാതെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയുള്ളൂ. അതാണ് 2 ടൈപ്പ് ക്ലീനിങ് ഉള്ളത്. അതിൽ റേറ്റിലും ഡിഫറൻസ് ഉണ്ടോ? റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. അതെ, റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് പറയുകയാണെങ്കിൽ അതിന് 1 സ്ക്വയർ ഫീറ്റിന് 5 രൂപ വെച്ചിട്ടാണ്. മറ്റേ ജനറൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് 3 രൂപ വെച്ചിട്ടാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കേരളത്തിൽ എവിടെയും വിളിച്ചാൽ ഇപ്പം നമുക്ക് സർവീസ് ഇല്ല. ഇപ്പം നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അതിനടക്കുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ സർവീസ് ഇപ്പോൾ കായംകുളം വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയി സർവീസ് ചെയ്ത് മാക്സിമം കൊടുക്കും. കുറച്ചുകൂടെ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ദൂരോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ എടുക്കും. പിന്നെ കുറച്ച് ഇപ്പോൾ പാലുകാച്ചി വീടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വർക്ക് ചില വീടുകളിൽ കൂടുതൽ വർക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഡിപ്പെൻഡിങ് ഓരോ സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ വീടുകളുടെ പ്രത്യേകത പോലെ ഇരിക്കും. നമ്മൾ അതിന് റേറ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടുതൽ ചിലപ്പം പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ 9 മണി തൊട്ട് ചിലപ്പോൾ നമുക്ക് 10 മണി വരെയൊക്കെ നമ്മൾ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട്. അത്രയും കൂടുതൽ ഒരുപാട് ഏറിയയും അതുപോലെ തന്നെ ഒരുപാട് വർക്കുകളും നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകും. അപ്പം നമുക്ക് ഓരോ മുറിയൊന്ന് നോക്കാം അവരെത്രമാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എല്ലാം മുറി നല്ല അടിപൊളിയായിട്ടാണ് അവർ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വീട് വെക്കുന്നതിലല്ല കാര്യം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഒരുപാട് നമ്മൾ ആദ്യമൊക്കെ വീട് വെക്കുമ്പോൾ അത്രയും വലിയ വീട് വെക്കുമ്പോൾ അത്രയും വലിയ വീടങ്ങ് വെച്ച് വെക്കും. പക്ഷേങ്കിൽ തൂക്കാനും വരാനും ഒക്കെ എന്ത് പ്രയാസമാണെന്നറിയാമോ. അപ്പോൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന വീടൊക്കെ വെക്കുക, എങ്കിൽ എല്ലാ സൗകര്യങ്ങളും വേണം താനും ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജനലിൻ്റെ കമ്പികൾ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് തുടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പൊടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ കാറ്റും വെയിലും ഒക്കെ അല്ലേ, ഇഷ്ടംപോലെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര തൂത്താലും തുടച്ചാലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പൊടിയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കിട്ടും. ഡൈനിങ് ടേബിളാണെന്നുണ്ടെങ്കിലും ചെയറുകൾ, അതിൻ്റെ എല്ലാം പൊടികളെല്ലാം നല്ലതുപോലെ അടിച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ TV ഇതെല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷോക്കേസാണ് മെയിനായിട്ട് പറയാനുള്ളത്. പപ്പ പറഞ്ഞതുപോലെ പേപ്പറും കാര്യങ്ങളും ഒക്കെ എളുപ്പമെടുത്ത് അങ്ങോട്ടങ്ങ് വെക്കുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വെബ്സൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് വിത്തുകളൊക്കെ വരുമ്പോൾ ചിലപ്പം മിച്ചം വരുന്നത് ചിലപ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കും, പേപ്പറുകൾ എടുത്ത് വയ്ക്കും, അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. 2 ഷോക്കേസ് ഉണ്ടായിരുന്നു. ഇതും നല്ലതുപോലെ അതിൻ്റെ പൊടികളെല്ലാം മൊമെൻറ്റുകളെല്ലാം പൊടിയൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊടിയൊക്കെ തട്ടിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന്, അതിനകത്ത് നമ്മൾ എത്ര തുടച്ചാലും തൂത്താലും അതിനകത്ത് പൊടികളൊക്കെ ഒരു
വല്ലാത്തൊരു കറുത്ത പൊടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് അവർ ലാഡറൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിയാക്കി എല്ലാ ഫാനും നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. മറാല എല്ലാം അടിച്ച് നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ട്. അതുപോലെ സോഫയാണെങ്കിലും അതെല്ലാം ചരിച്ചിട്ട് അതിനകത്തുള്ള പൊടികളെല്ലാം തട്ടിക്കളഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് മുറ്റത്തെടുത്തായിരുന്നു കേട്ടോ. എല്ലാ സംഭവങ്ങളും മുറ്റത്തോട്ട് മാറ്റിയിട്ടാണ് ഇവരെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ എല്ലാം വീണ്ടും പറക്കി അകത്തിട്ടു. ഫ്ലോറുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് തുടച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ല കണ്ണാടി പോലെ കിടക്കുന്നത്. അപ്പോൾ അവർ ആദ്യം മോപ്പ് ചെയ്തു, പിന്നെ വാക്യൂം ക്ലീനർ വെച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തു, നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുക. എന്നും ഇങ്ങനെ അങ്ങ് കിടന്നാൽ മതിയായിരുന്നു. അപ്പം അടുത്ത മുറി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം കട്ടിലുകളും മാത്രമല്ല, റൂം മാത്രമല്ല, ഇപ്പോൾ ഷെയ്ഡിലൊക്കെ എന്തെങ്കിലും ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തൂത്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ യഥാസ്ഥാനത്ത് വെച്ചിട്ടൊക്കെയാണ് അവർ പോയത്. എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കട്ടിലിൻ്റെ ഏതെങ്കിലും വലിയ കട്ടിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിഭാഗമല്ല. അപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഈ മാറാലയൊന്നും അടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഏത് കട്ടിൻ്റെ അടിക്കാന്നുണ്ടെങ്കിലും നമ്മൾ എത്ര അടിച്ചാലും പിന്നെ ഇങ്ങനെ മാറാലയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് വർഷത്തിലൊന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഡീപ്പായിട്ടൊരു ക്ലീനിങ് നടത്താമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് എനിക്ക് ഇന്ന് തോന്നി. അടുത്തതെന്ന് വെച്ചാൽ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലേ. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും അങ്ങോട്ട് ക്ലീനായിട്ട് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് വെക്കണം. കാരണം നമ്മളെപ്പോഴും വന്ന് ഇച്ചിരി വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ഓടി കയറി വരുന്നിടമാണല്ലോ. അപ്പം കിച്ചൺ കിടക്കുന്ന കണ്ടാലും നമുക്ക് ഇച്ചിരി ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ തോന്നണം. ഇപ്പം നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടാലും നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ എണ്ണയൊക്കെ തെറിച്ച് വീഴാറുണ്ട്. അതൊക്കെ അന്നേരം അങ്ങ് തുടച്ചാൽ ക്ലീനായിട്ട് കിടക്കും. ഇപ്പം എന്തായാലും ഇവിടെ എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സോപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ അധികം എണ്ണമെഴുക്കൊന്നും കാണാറില്ല. അപ്പം ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് തുടച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കബോർഡുകളെല്ലാം ഇതിനകമെല്ലാം സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് തുടച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലുള്ള കബോർഡുകളും എല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാം നീറ്റാക്കി കേട്ടോ. എല്ലാം താഴെ വെച്ചിട്ട് ഗ്ലാസ്സുകളെല്ലാം പറക്കി താഴെ വെച്ചു. അതെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്. മെറിൻ കല്യാണം കഴിച്ച് പോയിട്ട് ഇതെല്ലാം അതുപോലെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. മെറിൻ്റെ ബോട്ടിലായിട്ടെല്ലാം അതെല്ലാം അവർ നീറ്റാക്കി ക്ലീൻ ചെയ്ത് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അടുപ്പിൻ്റെ ഏരിയയാണ്. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കത്തുള്ളെങ്കിലും ചെറുതായിട്ട് തീർത്തി കയറില്ല. ഓക്കെ, ഇല്ലെങ്കിലും ചെറിയ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ വളരെ നീറ്റായിട്ട് ക്ലീനാക്കി എല്ലാ സംഭവങ്ങളും ഈ ഓരോ ഡോറിനകത്തും മൂലയ്ക്കും എല്ലാം അവർ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കിച്ചണിൻ്റെ മേളിലുള്ള ചെറിയ ഷെൽഫിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ എടുത്തും വെച്ചും എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. എല്ലാം ഒന്ന് റീഓർഗനൈസ് ചെയ്തു. കപ്സ് എല്ലാം ഒരേപോലുള്ള എല്ലാം ഒരേ രീതിയിൽ കറക്റ്റ് സെറ്റായിട്ടൊക്കെ നിരത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടെ ഒരു നന്നാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നീറ്റായി കംപ്ലീറ്റ്ലി. അതെ, എപ്പോഴും മമ്മി ഇതുപോലൊക്കെ ചെയ്യണം. ഇനി തൊട്ട് നിരത്തുമ്പോൾ ഉടനെ അപ്പം തന്നെ കഴുകി വൃത്തിയായിട്ട് വെക്കണം. ഞങ്ങളിപ്പോൾ നിരത്തി വെച്ചാലും മമ്മി അപ്പം തന്നെ കഴുകി വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കുടുംബിനെയാണ് വീട് നന്നായിട്ട് നോക്കണ്ടേ. അത് തന്നെ, എല്ലാവരും ചെയ്യണം. എനിക്ക് എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ കയറുന്ന മാതിരി എല്ലാത്തിനും ഒരു മണവും. പപ്പയും ഇനി തൊട്ട് അങ്ങോട്ട് കാത്തു സൂക്ഷിക്കണം. ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അല്ലെങ്കിൽ എന്തുവാ ഞാനാ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. മമ്മി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളെ ചെയ്തു. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താലായി. ആരെങ്കിലും വന്ന് വെളിയിൽ നമ്മുടെ ഒരു ഒരു കട്ടനിട്ടങ്ങ് മാറ്റുകയാണ്. ആരെങ്കിലും വരുമ്പോൾ എല്ലാം വൃത്തിയായിട്ടിരിക്കണം. ബാക്കി സൈഡിൽ എല്ലാം ഇങ്ങനെ ഇരിക്കും. ഗേറ്റ് ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട് റൂം പെട്ടെന്ന് വൃത്തിയാക്കി ഇടും. അതെ അതെ, നമ്മുടെ ഇപ്പം ഈ അലമാരി തുറന്നാ അറിയാം. മമ്മി തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമ്മുടെ സ്റ്റൗവിന്റെ പുറത്ത് മൂടലെല്ലാം തേക്കും. പക്ഷെ സ്റ്റൗവിന്റെ കീഴിൽ എന്തൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് സർവേ അറിയാം. അല്ല, പറഞ്ഞതേ ഉള്ളു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നോർമലി നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും അടുത്തെടുത്തിട്ടിരിക്കും.
അതുപോലെ പെണ്ണുങ്ങൾക്കും വൃത്തിയാക്കാം. പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കണം എപ്പോഴും. ഇതാണ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ. ഇത് നമ്മുടെ പഴയ ബാത്റൂം ആയിരുന്നു, അതും അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. മുകളിലത്തെ 2 ബാത്റൂമും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം വാള് തൊട്ട് ഫ്ലോർ വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഡെബിൻ്റെ റൂം കൂടാണ്, അതുകൊണ്ട് ക്ലീനിനെസ്സിന് ഇച്ചിരി കൂടുതലായിരുന്നോ? പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നീ പ്രത്യേകം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ രാജേഷിൻ്റെ അടുത്ത്? വലിയ വൃത്തിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എപ്പം വൃത്തിയുണ്ടെന്ന് പറയുമെന്നോ? വൃത്തിയായിട്ട് എല്ലാവർക്കും സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കട്ടൻ വരെ എല്ലാം ക്ലീൻ ചെയ്തവര് അല്ല, അതെ അവർ ആദ്യം ഇങ്ങോട്ട് കയറിയതുകൊണ്ട് അവർ ഉഷാറായിട്ടങ്ങ് ചെയ്തു. നിങ്ങൾ രണ്ടുകൂടെ അങ്ങ് ചേർന്ന്. അതുകൊണ്ടല്ല, കാരണം അവർ ആദ്യം ഇവിടെ വന്നത് കൊണ്ട് ചെയ്തു എന്ന് കഴിയുമ്പോൾ താഴെ ചെയ്തില്ലായിരുന്നു. താഴെ അവർ ചൂടൊക്കെ പണി ഉണ്ടായിരുന്നു. 8 മണി 9 മണി വരെ അവർ വർക്ക് ചെയ്തിട്ട് പോയവരാ. പക്ഷെ നമ്മള് അല്ല, താഴെ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു, എല്ലാം നല്ലതുപോലെ ചെയ്തു. ഏറ്റവും ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജേഷിന്റെ ആ ടീം സൂപ്പർ ടീമാണ്. കൊച്ചുങ്ങളാണെങ്കിൽ നല്ല രാവിലെ അവർ കാണിച്ച അതേ ഊർജം തന്നെ ഇവൻ വൈകുന്നേരത്ത് പോകുന്നത് വരെയുള്ള സമയം വരെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ചെറിയ ചെറിയ കോണുകളിൽ പോലും ഒരു ഇച്ചിരി മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് തുടയ്ക്കുകയും പിന്നെ ഇച്ചിരി ഇപ്പോൾ ഇവരുടെ ഫർണിച്ചറിലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ അതെല്ലാം വളരെ ഡീപ്പായിട്ട് അവരുടെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൂടൊക്കെ ചെയ്യണം. ഈ പിന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും അതുകൂടൊക്കെ ഉൾപ്പെടുത്താൻ നല്ലതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതുകൂടെ ആകുമ്പോഴേ നല്ലത്. കുറച്ച് നിങ്ങൾ നല്ല ഒരു ടീമാണ്. രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് അവർ ഓരോരുത്തരും ഇൻക്ലൂഡിങ് രാജേഷ് വളരെ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ. കാരണം എൻ്റെ അപ്പുറത്തെ ഷോക്കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഗ്രാമത്ത് പിടിച്ചുള്ള ഷോക്കേസാണ്. ഷോക്കേസ് വരെ കേട്ടോ, ഓരോ കാര്യങ്ങളും അതിനകത്തുള്ള എല്ലാം തുടച്ച് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു അത് അഥവാ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നെങ്കിൽ ആ ചാർജിന് തുല്യമായിട്ടുള്ള പണി അവരെടുക്കുന്നു എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. അത് വളരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ എന്ന് പറഞ്ഞാൽ എല്ലാ A to Z എവിടെ പിന്നെ താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും ഫാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ തോന്നുന്നത് നമ്മുടെ വീടൊന്നും ആകെ ഒരു ആകെ ഒന്ന് ഫ്രഷ് ആയതുള്ള രീതിയാണ്. അത് വളരെ സന്തോഷമുണ്ട്. രാജേഷ് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ചെയ്യുന്ന ജോലിയിൽ നല്ലതുപോലെ ആത്മാർത്ഥതയൊക്കെ പുലർത്തുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങളെ പക്ഷേ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും കൂടെ ഡസ്റ്റർ ക്ലീനിങ് കമ്പനി എന്നാണ്. ഇപ്പം രാജേഷിനും ടീമിനും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ഡസ്റ്റർ ക്ലീനിങ് സർവീസ് നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി രാജേഷ് ചേട്ടനായിട്ട് സംസാരിക്കാം. നമ്മുടെ ഓഡിയൻസ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ വീട്ടിൽ വയ്യാത്ത അപ്പച്ചമാർ അമ്മച്ചിമാരുണ്ട്, അവർക്ക് വീട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ നടക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവരുടെ കൂടെ ഉണ്ട്. ഓരോ മുക്കും മൂലയും അത്രയും നീറ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊന്നും കൂടെ നിൽക്കേണ്ട പോലും ആവശ്യമില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് രാജേഷ് ചേട്ടൻ എല്ലാം മോണിറ്റർ ചെയ്ത് ഇവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ വീട് ഇത്രയും അടിപൊളിയാക്കി തന്നതിനും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ. അങ്ങനെ ഒരു ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ട് പോവുകയാണ്.